Okay, cool. So starting on first of all, MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഈ മാനേജ്മെന്റ് ഡൊമൈൻസിലോട്ട് നിങ്ങൾക്ക് കരിയറിലോട്ട് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. മാത്രമല്ല ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും ഇപ്പം മാനേജ്മെന്റ് അക്കാഡമിയിലോട്ടാണെങ്കിലും ഉള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ MBA എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് മിത്സ് ഉണ്ട്. മിത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സംസാരിക്കുന്ന എല്ലാ ടോപ്പ് ബിസിനസ് സ്കൂളുകളെ കുറിച്ച് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇന്ത്യയിൽ 5000-ൽ പരം ഈ പറയുന്ന MBA കോളേജസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നാട്ടിലുള്ള MBA കോളേജുകളെ കുറിച്ച് അല്ല ഞാൻ സംസാരിക്കുന്നത്. when I am talking about B school, I am talking about the top business school, which is the top 30, top 40, top 50 business school at the max. അപ്പൊ അവിടെ മാത്രമാണ് ഞാൻ എന്റെ എല്ലാ ഫോക്കസും ഈ ഒരു സെഷനിൽ കൊടുക്കുക. അപ്പം ബാക്കിയുള്ള ബിസിനസ് സ്കൂളുകളെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള അങ്ങോട്ടുള്ള എൻട്രിയെ കുറിച്ചും ആ ബിസിനസ് സ്കൂളുകളിൽ എത്തിയാലുള്ള കരിയറിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. സോ അതാണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടി ശ്രമിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പൊതുവെ പറയാറുള്ള മിഥ്യാധാരണകളും അതിന്റെ റിയാലിറ്റികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യത്തത് യു നീഡ് ടു ഹാവ് എ ഗ്രേറ്റ് അക്കാഡമിക്സ് ഇൻ 10th, 12th ആൻഡ് ഗ്രാജുവേഷൻ എത്തിയിട്ട് ടോപ്പ് ബിസിനസ് സ്കൂൾ. എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എനിക്ക് 60%, 70%, ഉള്ളൂ അണ്ടർ ഗ്രാജുവേഷനിൽ, എനിക്ക് 10th 80% ഉള്ളൂ, 90% ഇല്ല, ഫുൾ A+ ഇല്ല, എനിക്ക് ബി സ്കൂൾ കിട്ടുമോ എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 21 IIMs ഉണ്ട്. IIMs അല്ലാത്ത ഒരുപാട് നല്ല ബിസിനസ് സ്കൂളുകളും ഉണ്ട്. അപ്പൊ ഈ ബിസിനസ് സ്കൂളുകളിലൊക്കെ കയറാനുള്ള ക്രൈറ്റീരിയയിൽ വലിയൊരു ശതമാനം കൊണ്ടുപോകുന്നത് കാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് ഇനി നടക്കാനുള്ളതാണ്. പിന്നെ വലിയൊരു ശതമാനം കൊണ്ടുപോകുന്നത് കാറ്റ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ആണ്. പിന്നെ ഉള്ള കുറെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 10th-ലെ മാർക്ക്, 12th-ലെ മാർക്ക്, ഗ്രാജുവേഷനിലെ മാർക്ക്, ജെൻഡർ ഡൈവേഴ്സിറ്റി, ഗേൾസിന് ഒരു എക്സ്ട്രാ ചെറിയൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്, അക്കാഡമിക് ഡൈവേഴ്സിറ്റി ചെറിയൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചെറിയൊരു പ്ലേയിൽ മാത്രമാണ് ഇതെല്ലാം കളിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതല്ല. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ ഡൈവേഴ്സിറ്റി പോയിന്റ്സ് കിട്ടില്ല, അതുകൊണ്ട് IIM കിട്ടാൻ പറ്റില്ല എന്നാണോ? അല്ല. there are other components which are controllables, which are ഇനിയും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് വർക്ക് ഓൺ യുവർ കൺട്രോളബിൾസ് rather than 10th class എനിക്ക് മാർക്ക് കിട്ടിയില്ല അങ്ങനെ പറയുന്നത്. there can be certain business school who is having a huge weightage on your weakness. സേ ഫോർ എക്സാമ്പിൾ IIM ഇൻഡോറിൽ 10th, 12th കുറഞ്ഞ മാർക്കുള്ള ഒരാൾക്ക് കയറാൻ കുറച്ച് പാടായിരിക്കും. കാരണം അവർക്കൊരു വലിയൊരു ശതമാനം വെയിറ്റേജ് ഇന്റർവ്യൂ കോൾ കിട്ടാൻ 10th, 12th മാർക്സ് നോക്കുന്നുണ്ട്. സോ ദാറ്റ് ടൈം യു ക്യാൻ ബി അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. ബട്ട് അത് അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. there can be other business school like for example XLRI, like for example IIM കൽക്കട്ട. അവിടെ നിന്നും അധികം അക്കാഡ്സിന് വെയിറ്റേജ് നോക്കില്ല. സോ ഓരോ ബി സ്കൂളിലും പല രീതിയിലാണ്. ചിലർക്ക് കാറ്റിന് 30% വെയിറ്റേജ്, ചിലർക്ക് കാറ്റിന് 80% വെയിറ്റേജ്. ഇറ്റ് വേരീസ് ഫ്രം ബി സ്കൂൾ ടു ബി സ്കൂൾ. സോ നിങ്ങൾക്ക് നടക്കില്ല അല്ലെങ്കിൽ മാർക്ക് കുറവാണ് എന്നുള്ളത് കൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ കൺട്രോളബിൾസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഫൈൽ ഉള്ള ഒരാൾക്കും who meet the minimum criteria of around 50-55% മാർക്സ് ഇൻ UG സാധനങ്ങളൊക്കെ ഉള്ളവർക്ക് കയറാൻ പറ്റും. ഏതെങ്കിലും ഒരു ബിസിനസ് സ്കൂളിൽ കയറാൻ പറ്റും. ടോപ്പ് ബിസിനസ് സ്കൂൾ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് 5000 ബിസിനസ് സ്കൂൾ, ആ 50 അല്ലെങ്കിൽ 35ന്റെ ബിസിനസ് സ്കൂളിൽ തന്നെ കയറാൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് വരുന്നത് UG ബാക്ക്ലോഗ്, സപ്ലി മുതലായ കാര്യങ്ങൾ. ഈ പറയുന്ന UGയുടെ സമയത്ത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗിൽ സപ്ലി ഉണ്ടെങ്കിൽ പ്രശ്നമാണോ എന്നുള്ളത്. 2 കേസസ് ഉണ്ട്. ഒന്ന് സപ്ലി ഉണ്ടായിരുന്നു, ഓൾറെഡി ക്ലിയർ ചെയ്തത്, ഒരു പ്രശ്നമില്ല. ഇനിയുള്ള സപ്ലി ഉണ്ട്, ഇപ്പോഴും സപ്ലി ഉണ്ട്, ഈ വർഷം ഇനി കാറ്റ് എഴുതാൻ പറ്റുന്നു. അപ്പൊ കാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ UGയുടെ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് കാറ്റ് എഴുതാം. എഞ്ചിനീയേഴ്സിന് 4th ഇയർ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം എഴുതാം. 3 ഇയർ ഡിഗ്രി ഉള്ളവർക്ക് നിങ്ങളുടെ 3rd ഇയറിൽ ഈ പറയുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അല്ലെ? അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം നേരെ നിങ്ങൾക്ക് ബിസിനസ് സ്കൂളിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കാറ്റ് എഴുതാം. കാറ്റിന്റെ റിസൾട്ട് വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്യുന്ന ടൈം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയാൽ മതി. സോ അതും ഒരു പ്രശ്നമാവില്ല. പിന്നെ ഈ പറയുന്ന ഇന്റർവ്യൂവിനാണ് ആകെ നിങ്ങൾക്ക് ഇപ്പം ബാക്ക്ലോഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് കുറയ്ക്കുന്ന പരിപാടി ഇല്ല സെലക്ഷൻ. പക്ഷെ ഇന്റർവ്യൂയുടെ സമയത്ത് ഒരു ചോദ്യം വരാം, വൈ യു ഹാഡ് ലൈക്ക് ദീസ് മെനി സപ്ലീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആ സമയത്ത് യു ജസ്റ്റ് ഹാവ് ടു ജസ്റ്റിഫൈ. അത് ചെയ്യാനുള്ള സാധനത്തെ കുറിച്ച് ഇപ്പോഴേ ഓർത്ത് ടെൻഷൻ അടിച്ച് കാറ്റിന് പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട. കാരണം കാറ്റിന്റെ റിസൾട്ട് ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോഴായിരിക്കും ഇന്റർവ്യൂ തുടങ്ങുന്നത്. മാർച്ചിൽ ഇന്റർവ്യൂ തുടങ്ങുന്നവരെ യു ഹാവ് ലൈക്ക് ഗുഡ് 3 months. ആ 3 മാസം യു ക്യാൻ പ്രിപ്പയർ ഫോർ ഓൾ ദീസ്. ഐ മീൻ എന്തുകൊണ്ട് കരിയർ ബ്രേക്ക് വന്നു, എന്തുകൊണ്ട് സപ്ലൈ അടിച്ചു, എന്തുകൊണ്ട് 10 മാർക്ക് കുറഞ്ഞു, ഇതുപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കാം. Same with work experience. Say if you want to go for an MBA with say 1 or 2 or 3 years of work experience,
well and good. If you don't want work experience, if you feel like ഞാനിപ്പോ ഒരു 3 വർഷം എനിക്ക് കിട്ടുന്ന ഒരു IT കമ്പനിയിലോ അല്ലെങ്കിൽ കിട്ടുന്ന ചെറിയ റോളിൽ വർക്ക് ചെയ്താൽ എനിക്ക് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം ദിസ് ഈസ് നോട്ട് ഐ വോണ്ട് ടു ഡു ഇൻ ലൈഫ്. എന്റെ കേസിൽ അതായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ഈ എഞ്ചിനീയറിംഗിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്ലേസ്മെന്റും എടുത്ത് ഞാൻ 2-3 വർഷം വർക്ക് ചെയ്താൽ ഐ ബി വേസ്റ്റിംഗ് മൈ 20s, റൈറ്റ്? ഐ മീൻ യു ക്യാൻ സേ സ്ട്രേറ്റ് അവേ ഗോ ടു ബി സ്കൂൾ, ദർ ഇസ് ആൻ ഓപ്ഷൻ ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ഒരു സേ എനിക്ക് മാനേജ്മെന്റ് മാനേജർ റോൾസ് ഇഷ്ടമാണോ അങ്ങനത്തെ ഒരു റോളിൽ തന്നെ നിങ്ങൾക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ഐ വാസ് എക്സ്പ്ലോറിംഗ് ദാറ്റ്. സേ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടിനും ഗുണങ്ങളുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫ്രഷേഴ്സ് ആണെങ്കിൽ യു ഗോ ഇൻ ടു സ്കൂൾ വിത്ത് ഫ്രഷ് പെർസ്പെക്ടീവ്സ്. നിങ്ങൾ ക്ലാസ്സിൽ പറയുന്ന ഓരോ കേസസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫ്രഷ് പെർസ്പെക്ടീവിൽ കാണുന്ന സമയത്ത് you also can make better use of the MBA. And placement ടൈമിലാണെങ്കിൽ there are a lot of companies like HUL, L'Oreal, ITC, Cardeco, Samsung പോലെയുള്ള companies who are coming for taking up management trainees. Management trainees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they take in fresh talents who are not having a lot of work experience, fresh brains who are hardworking, who are good, who are from top B schools, and then for 1 to 2 years they train you through different stints. കുറെ സ്റ്റിൻസിൽ ഇട്ടിട്ട് സേ ആദ്യം കുറച്ച് നാള് സെയിൽസിൽ ഇടും, കുറച്ച് നാള് ഓപ്പറേഷൻസിൽ ഇടും ഒക്കെ ഇട്ടിട്ട് ദേ ഗെറ്റ് യു ഇൻ ടു എ ലീഡർഷിപ്പ് റോൾ അറ്റ് ദി എൻഡ് ഓഫ് 2 years. അതിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-8 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു VP വരെ ആവാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഞാനിപ്പം യെസ്റ്റർഡേ ഐ ജസ്റ്റ് കെയിം ഫ്രം മുംബൈ ബാക്ക് ടു ബാംഗ്ലൂർ. സോ മുംബൈയിൽ ഉണ്ടായിരുന്ന എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ താമസിച്ച എന്റെ ഫ്രണ്ട് പറഞ്ഞത്, he's a fresher, he's from an arts background, he did his MBA from IIM Indore, he got into Capgemini for their leadership management program called Elite. അവനിപ്പോ ഉള്ള റോളില് 24 years of age ആണ് അവനിപ്പോ. അവനിപ്പോ ഉള്ള റോളില് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആള് കയറണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഹിം 9 levels. അവനെക്കാളും 9 ലെവൽ താഴെയാണ് ഈ ഒരു സാധാരണ അവിടെ നിൽക്കുന്ന ഒരു ടെക്കി അവിടെ കയറുന്നത്. സോ അത്രയും വലിയൊരു കരിയർ ഇത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇപ്പൊ IT-ലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് 2-3 years ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ അൺലോക്ക് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് പോലുള്ള സാധനങ്ങളൊക്കെ പൊതുവേ കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പ്രിഫർ ചെയ്യാറുള്ളത്. സോ അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്. അപ്പം വാട്ട് ഐം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ MBA-ക്ക് പോകണം, നോട്ട് ലൈക്ക് ഫ്രഷേഴ്സിന് മാത്രമേ MBA-ക്ക് പോകണം. എല്ലാവർക്കും MBA-ക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ മീൻ അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. യു ടേക്ക് എനി ബി സ്കൂൾ, യു വിൽ ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 20 to 30 to up to 50% ഫ്രഷേഴ്സ്. 50% ഒക്കെ റയർ കേസാണ്, ഇപ്പോഴത്തെ പല ബി സ്കൂളിലാണ്. പക്ഷെ 20 to 30% ഫ്രഷേഴ്സ് നിങ്ങൾ മിക്ക ബി സ്കൂളിലും കാണാൻ പറ്റും. ആൻഡ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിനൊക്കെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ വർക്ക് എക്സ്പീരിയൻസിന് ദർ ഇസ് എ സ്മോൾ വെയിറ്റേജ് വെൻ ഇറ്റ് കംസ് ടു സെലക്ഷൻ. സേ നിങ്ങൾ അഡ്മിഷന്റെ ടൈമിൽ ആ ഒരു കുറെ കോമ്പണൻസ് എടുക്കുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് ആസ് എ സ്മോൾ വെയിറ്റേജ്. പക്ഷെ അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോമ്പണൻസ് ഒരു കോമ്പണന്റ് ആണ്. അത് ഇല്ലാന്ന് വെച്ചിട്ട് കയറാൻ പറ്റാന്നൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 30% യു വോണ്ട് ഫൈൻഡ് പീപ്പിൾ വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ദീസ് കമ്പനീസ്, റൈറ്റ്, ഇൻ ദിസ് കോളേജസ്, റൈറ്റ്. അടുത്ത മിഥ്യാധാരണ ഇസ് ലൈക്ക് IIMs ആർ ദി ഓൺലി ഗുഡ് ബി സ്കൂൾസ്. നോ, ഐ മീൻ ഇപ്പം IIMs തന്നെ നോക്കുകയാണെങ്കിൽ there are like old IIMs like Ahmedabad, Bangalore, Calcutta, which is in a different league altogether. 1960s 70s തുടങ്ങിയത്. Then there is Lucknow, Indore and Kozhikode, which is like considered as an old IIM because CAT നടത്തുന്ന IIMs ആണ്, CAT committee IIMs എന്നാണ് പറയുന്നത്. And they have been like formulated in 1990s, 1980s, 90s. Lucknow 80s-ലാണ്, കോഴിക്കോട് ഇൻഡോർ 90s-ലാണ്. അപ്പം ഇതാണ് ഓൾഡ് IIMs എന്ന് പറയുന്ന CAT കമ്മിറ്റി IIMs. Now one more IIM has joined to the league, which is IIM Mumbai. ഒരു പഴയ നിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻസിന്റെ പേര് കേട്ട ഒരു ബിസിനസ് സ്കൂൾ have been converted into an IIM. So Mumbai also got an IIM ഇപ്പോ. അപ്പം ആ 7 IIMs ഓൾഡ് IIMs ആയിട്ട് കൺസിഡർ ചെയ്യാം. Then there are like these schools like Trichy, Udaipur, Ranchi, Raipur, Kashipur, Rohtak, which are like new IIMs started in 2009-10. അപ്പം പിന്നെ ലൈക് തേർഡ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ IIMs which are like അമൃത്സർ, ബോധ്ഗയ, സംബൽപൂർ, സിർമൗർ, ജമ്മു, വിശാഖ്, നാഗ്പൂർ. അപ്പൊ ഇത് 2015 തുടങ്ങിയാണ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഐ മീൻ ഒരു കോളേജ് 5 years 10 years മുന്നേ തുടങ്ങിയതും 50 വർഷം മുന്നേ തുടങ്ങിയതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഈ IIM എന്ന് പറയുന്ന മാത്രമല്ല IIMs there are this level difference. ഈവൻ തോ അത് പറഞ്ഞാൽ പോലും ഇതെല്ലാം ടോപ്പ് ബിസിനസ് സ്കൂൾ തന്നെയാണ്. എല്ലാം IIMs-ഉം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. What I am trying to say is like ഇപ്പൊ IIM അഹമ്മദാബാദിൽ പോയ ആവറേജ് പാക്കേജ് അറൌണ്ട് 35 lakhs, ഫീസും ഏതാണ്ട് 30 lakhs റേഞ്ചിലാവുന്നുണ്ട്. ഇഫ് യു ഗോ ടു ന്യൂ IIMs, അവിടെ കിട്ടുന്ന പാക്കേജ്, അവിടെ കിട്ടുന്ന റോള്, അവിടെ കിട്ടുന്ന കമ്പനീസ് ഒക്കെ കുറച്ചുകൂടെ താഴെ ആയിരിക്കും. ബട്ട് ഈവൻ ദെൻ യു ക്യാൻ ഏൺ ഈവൻ ഇൻ എ ബേബി IIM അറൌണ്ട് 18 lakhs per annum ഒക്കെ ഇപ്പം വരുന്നുണ്ട്. ആൻഡ് ഫീസ് ആണെങ്കിലും കമ്പയർഡ് ടു അവരുടെ ഒരു കിട്ടുന്ന ആവറേജ് പാക്കേജ് ഒക്കെ വെച്ചിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഒരു 18 lakhs ഒക്കെ ആയിരിക്കും ന്യൂ IIMs ഫീസ് ഉണ്ടാവുക.
ഇത് കൂടാതെ ഈ പറയുന്ന ഓൾഡ് ഐഎംസിന്റെ ഒപ്പം നിൽക്കുന്ന അത്രയും പഴക്കം ചെന്ന വേറെ നോൺ ഐഎംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മാരേജ് മാർക്കറ്റിലൊക്കെ പോയിട്ട് കല്യാണത്തിനൊക്കെ ഐഎംകാരനാണെന്ന് പറയാൻ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എനി ഐഎം. ബട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, ഓൾഡ് ഐഎംസിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള MBA ഗുർഗാവ് ആണെങ്കിലും SPJ ആണെങ്കിലും XLRI ഒക്കെ ഡൂയിങ് ആസ് ഗുഡ് ആസ് ഓൾഡ് ഐഎംസ്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ കൺസിഡറേഷനിൽ നിങ്ങൾ വെക്കണം. ദീസ് ആർ ഓൾസോ ലൈക്ക് ഗ്രേറ്റ് ബി സ്കൂൾസ്. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം, യൂണിറ്റ് സ്പീക്ക് ലൈക്ക് ശശി തരൂർ, നോ. ബട്ട് ഇംഗ്ലീഷ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ക്ലാസ്സിൽ നമ്മൾ കുറെ ക്ലാസ് പാർട്ടിസിപ്പേഷൻ, കുറെ ഡിസ്കസ് ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ്. അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ വെറുതെ ക്ലാസ്സിലെ ഷോ കാണിക്കാൻ സംസാരിക്കുകയാണെന്ന്. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നതിന് വെറുതെ വന്ന് ക്ലാസ്സിലെ ബാക്കിൽ നിന്ന് എക്സാമിന് മാത്രം പഠിക്കുന്ന അല്ല യൂസ്വലി ബി സ്കൂളിന്റെ രീതി. സോ യു ഷുഡ് ബി ഏബിൾ ടു ഔട്ട് യുവർ ഐഡിയാസ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ നിങ്ങൾക്കൊരു മല്ലു സ്ലാങ് ഉണ്ട്, തമിഴ് സ്ലാങ് ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മല്ലു സ്ലാങ് ഉണ്ട്, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഓൺലി തിങ് ഈസ് ലൈക്ക് യു ഷുഡ് ബി ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് യുവർ ഐഡിയാസ്. ദാറ്റ്സ് ഇറ്റ്. എൻട്രൻസ് എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യുക, നോ. ബട്ട് ആസ് ഓഫ് നൗ ജസ്റ്റ് പ്രിപ്പയർ ഫോർ ദി എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാം ആണ് ഫസ്റ്റ് ചെക്ക് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ കിട്ടുന്ന സമയത്ത് യു ക്യാൻ പ്രിപ്പയർ ഫോർ ഇന്റർവ്യൂസ്. ബട്ട് ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഇന്റർവ്യൂസ് എന്ന് പറയുന്ന ഒരു കടമ്പയും കൂടെ ഉണ്ട്. സോ കാറ്റ് കഴിഞ്ഞിട്ട് കാറ്റിന്റെ ദിവസം കഴിയുന്ന അന്ന് ഈ കംപ്ലീറ്റ് സംഭവം കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. MBA is meant for only financially sound ones. 100% false. കാണല്ല. യെസ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം MBAസിന് when you go get an admission into any top B schools, you get collateral free, co-borrower free loans. അതായത് നിങ്ങൾ വീടിന്റെ ആധാരം പണയം വെക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ ജാമ്യം നിൽക്കേണ്ട ഒന്നും ആവശ്യമില്ല. ആ സമയത്ത് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് യു കൺവേർട്ട് വിൽ ബി ആക്ടിങ് ആസ് എ ഗ്യാരണ്ടർ. നിങ്ങളൊരു IIM അഹമ്മദാബാദ് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ IIM ഇൻഡോർ കൺവേർട്ട് ചെയ്തു, ആ കോളേജിന്റെ പേരിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നുണ്ടാവും. 10-15 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു EMI വെച്ച് നോക്കുക, വളരെ ചെറിയൊരു EMI മാത്രം അടച്ചു കൊണ്ടുപോയാൽ മതി. ഇഫ് യു ആർ ഗോയിങ് വിത്ത് ലോൺ, മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ കയ്യിൽ പൈസ ഉള്ളവർ ഉൾപ്പെടെ ലോണാണ് എടുക്കുന്നത്. കാരണം അതിന് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. അപ് ടു 8 years നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. വളരെ ചെറിയ EMI ഉള്ളൂ. ഇപ്പൊ എന്റെ കേസിൽ I took around 18 to 20 lakhs of ലോൺ, ആൻഡ് എന്റെ EMI എന്ന് പറയുന്നത് അറൌണ്ട് 16,000 17,000 ആയിരുന്നു. ആൻഡ് സേ IIM ഇറങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ ഓൾഡ് IIM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഒക്കെ ഇൻ ഹാൻഡ് കിട്ടും. ഈ ഏത് IIM ആണെങ്കിലും ഒരു 1+ എന്തായാലും ഇൻ ഹാൻഡ് കിട്ടും. അപ്പം അത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സേ 1-2 വർഷം കൂടുമ്പോൾ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് 1.5 അന്ന് കിട്ടിയ ആൾക്കാർക്ക് ഇപ്പൊ 2.2 2.5 ഒക്കെ കിട്ടുന്നുണ്ട് പെർ മന്ത്. അപ്പം ആ ഒരു ചേഞ്ച് വരുന്ന സമയത്തും നിങ്ങളുടെ EMI വലുതായിട്ട് കൂടുന്നുണ്ടാവില്ല. ഇനി ഫോർഗെറ്റ് EMI. If you are actually coming from a financially backward background, then there are a lot of scholarships. Say for example, if you belong to certain reserved communities, say if you are a Muslim candidate, or if you are from the SC/ST community, if you are from the PWD background, then അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി വൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നീഡ് ബേസ്ഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കോളേജ് എന്നൊരു 10 കുട്ടികൾക്ക് 15 കുട്ടികൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ ഗെറ്റ് ആക്സസ് ടു ഓൾ ദീസ് തിങ്സ്. ഇത് ബിടെക്കാരോട് പ്രത്യേകം പറയാനുള്ളതാണ്. ഒരുപാട് പേര് എന്റെ അടുത്ത് പണ്ട് ചോദിച്ചിരുന്നു MBA എടുക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ എഞ്ചിനീയറിംഗ് എടുത്തതെന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് നോട്ട് ആക്ച്വലി ട്രൂ, ബിക്കോസ് എല്ലാ കമ്പനീസിലും ടെക്നോളജി ഇന്റഗ്രേഷൻ ഉണ്ട്. ടെക് റോൾസ് തന്നെ ഉണ്ട്. ദർ ആർ റോൾസ് ലൈക്ക് IT കൺസൾട്ടിങ്, IT അനലിറ്റിക്സ്, പ്രൊഡക്ട് മാനേജ്മെന്റ്. അവിടെയൊക്കെ ബിടെക് ഉള്ളവർക്ക് ഒരു എക്സ്ട്രാ വെയിറ്റേജ് ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. കാരണം അവിടെ പ്ലേസ്മെന്റ്സിന് വരുന്ന സമയത്തും they actually look out for people with these sort of backgrounds. So that will never go in vain. ഇനി കംപ്ലീറ്റ്ലി എഞ്ചിനീയേഴ്സ് ആണോ, അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എഞ്ചിനീയേഴ്സിന് മാത്രമല്ല നോൺ എഞ്ചിനീയേഴ്സിനെയും ഒരുപാട് ബി സ്കൂളിൽ ആവശ്യമുണ്ട്. ബിക്കോസ് ബി സ്കൂളിൽ അൾട്ടിമേറ്റ്ലി ഇഫ് യു വോണ്ട് എ ഗുഡ് എൻവയോൺമെന്റ് ടു ബി ദർ, ദെൻ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ, എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ബി സ്കൂളിൽ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ നിന്ന് കിട്ടുന്ന അക്കാഡമിക്സിനെക്കാളും ഉപരി അവിടെ നിന്ന് കിട്ടുന്ന നെറ്റ്വർക്ക്സ്, അവിടെ നിന്ന് കിട്ടുന്ന പ്ലേസ്മെന്റ്സ്, അവിടെ ഓപ്പൺ അപ്പ് ആവുന്ന കേസ് കോമ്പറ്റീഷൻസ് മുതലായ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉറപ്പുവരുത്താൻ വേണ്ടി അവർ നോൺ എഞ്ചിനീയേഴ്സിന് ഒരു എക്സ്ട്രാ വെയിറ്റേജ് 4-5 പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും 70% വരെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും എല്ലാ ബി സ്കൂളിലും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. എഞ്ചിനീയേഴ്സിന് ഡിസഡ്വാൻറ്റേജ് ഒന്നും ഇല്ല, കാരണം ഇപ്പോഴും ഇത്ര തന്നെ ആൾക്കാർ കയറി വരുന്നു. ഇനി അടുത്തത് ടോപ്പ് 10 ബിസിനസ് സ്കൂൾസ് ഓഫ് ദി കൺട്രി. ഇത് റാങ്കിങ് കറക്റ്റ് ഓർഡറിലൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലിസ്റ്റ് ഡൗൺ ചെയ്തതാണ്. യു ക്യാൻ സി എ ലോട്ട് ഓഫ് നോൺ IIMs, റൈറ്റ്? FMS, XLRI, SPJ, MDA ഗുർഗാവ്, ടിസ് ഒക്കെ ഈ ലിസ്റ്റിൽ വരുന്നുണ്ടാവും. സോ ഈ ടോപ്പ് 10 ബി സ്കൂൾസ് ഐഡിയലി നോക്കുക, ഇല്ലെങ്കിൽ ടോപ്പ് 20 ടോപ്പ് 30 പിടിക്കാൻ നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ 5000 പരം ബി സ്കൂൾ ഉണ്ട് ഇന്ത്യയിൽ. എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ബിസിനസ് സ്കൂളിൽ അവിടെയും ഇവിടെയും പഠിപ്പിക്കുന്ന MBA എന്നുള്ള ലോജിക്ക് ഇവിടെ ഒട്ടും വർക്ക്ഔട്ട് ആവില്ല. കാരണം ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
അക്കാഡമിക്സിനെക്കാളും ഒക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ബ്രാൻഡാണ്, അവിടെ നിന്ന് കിട്ടുന്ന നെറ്റ്വർക്ക് ആണ്, അവിടെ നിന്ന് കിട്ടുന്ന ആക്സസ് ടു എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു വർക്ക് വിത്ത്, റൈറ്റ്? അതുകൊണ്ടാണല്ലോ ഇപ്പം ഒരു ന്യൂ ഒരു IIM അഹമ്മദാബാദിൽ 35 ലക്ഷം പാക്കേജും ഒരു ന്യൂ IIM ആയിട്ടുള്ള IIM നാഗ്പൂരിൽ പോയി കഴിഞ്ഞാൽ 18 lakhs പാക്കേജും ആവുന്നുണ്ടെങ്കിൽ, ആ ഡിഫറൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ സ്കൂൾസിന്റെ ലെവൽ മാറുന്ന അനുസരിച്ച് അവിടെ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും മാറും. സോ ഡോണ്ട് കം ടു മീ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഈ അമൃത ഈ സ്കൂൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ രാജഗിരി എങ്ങനെയുണ്ട് എന്നെ അടുത്ത് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം ഞാൻ അതിനെ കുറിച്ച് നെഗറ്റീവ് പൊതുവെ പറയാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടാത്തൊരു കാര്യമാണെങ്കിൽ, ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ IIT തന്നെ പിടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നോട്ട് ഓൾ പീപ്പിൾ ക്യാൻ ആക്ച്വലി ട്രാക്ക് ദാറ്റ്, റൈറ്റ്? 14 lakhs ആൾക്കാർ എഴുതുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 3 ലക്ഷം പേരെ ക്യാറ്റിന് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ, അതിലൊരു 2-2.5 ലക്ഷം ആൾക്കാരെ എഴുതുന്നുള്ളൂ. IIMൽ മാത്രം 5500ഓളം സീറ്റ് ഉണ്ട്. ഇനി ആ ബാക്കി ടോപ്പ് ഈ സ്കൂളുകൾ എടുത്ത ഒരു 10,000-ഓളം സീറ്റ് ഉണ്ട്. ഈ 10,000 സീറ്റിൽ ഓരോ സീറ്റിനും അവരൊരു 5 പേരെ 6 പേരെയൊക്കെ ഇന്റർവ്യൂവിന് എടുക്കും. അപ്പൊ ഒരു 50,000 പേർക്കൊക്കെ ശരിക്കും ഇന്റർവ്യൂ കോൾ കിട്ടും. ഇപ്പൊ ഈ 3-2.5 ലക്ഷം പേരെ എഴുതുന്നതിൽ 50,000 പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു സ്റ്റാൻഡ് എ വെരി ഗുഡ് ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ബി സ്കൂൾ. ഈവൻ ഇഫ് യു സ്കോർസ് ഇപ്പം പെർസെന്റേജിലാണ് നമ്മളുടെ ബിസിനസ് സ്കൂള് ഈ കാറ്റിന്റെ റിസൾട്ട് വരിക. നിങ്ങൾക്ക് 90% കിട്ടിയാൽ തന്നെ ഒരു ജനറൽ കാൻഡിഡേറ്റ് ഹു ആർ ഹാവിംഗ് എ ഡീസന്റ് പ്രൊഫൈൽ ക്യാൻ ഗെറ്റ് എന്തെങ്കിലും ഒരു IIM കോൾ. ദർ ഇസ് എ ചാൻസ്. ദെൻ ഒരു 80% ഒക്കെ കിട്ടിയാൽ പോലും Tier 2 ബിസിനസ് സ്കൂൾ ആയിട്ടുള്ള ടാപ്മി, ഇപ്പം നമ്മളെ മണിപ്പാലിലുള്ളത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ലേക്സ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ബിസിനസ് സ്കൂളുകളിൽ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇത് ഡൂവബിൾ ആയിട്ടുള്ള സാധനമാണ്, കൂടുതൽ ഡൂവബിൾ ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് യു ആർ ഹാവിംഗ് ലൈക്ക് ഗുഡ് 3 months with you right now. ഈ 3 months പ്രിപ്പയർ ചെയ്താലും യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ടോക്കിംഗ് അബൌട്ട് സ്പെഷ്യലൈസേഷൻ ആൻഡ് കോഴ്സസ്, IIMസിൽ പൊതുവേ കാണാറുള്ളത് ജനറൽ മാനേജ്മെന്റ് MBA ആണ്. എന്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ എന്ത് MBA ചെയ്ത, മാർക്കറ്റിംഗ് ആണോ ചെയ്തത്, ഫിനാൻസ് ആണോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. യു വിൽ ബി ഡൂയിങ് എ ജനറൽ മാനേജ്മെന്റ് MBA പ്രോഗ്രാം. അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ മൊത്തം നിങ്ങളുടെ സെമിസ്റ്റർ 8 സെമിസ്റ്റർ ഉള്ള പോലെ 6 ട്രൈമസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA യൂഷ്വലി കോളേജസിൽ. അപ്പൊ ഓരോ 4 മാസം ഓരോ ട്രൈമസ്റ്റർ ആയിരിക്കും. ആ ഓരോ 4 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് ആദ്യത്തെ 2 ട്രൈമസ്റ്റേഴ്സിൽ യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. നിങ്ങൾ എല്ലാം പഠിക്കും. നിങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കും, ഓപ്പറേഷൻസ് പഠിക്കും, സപ്ലൈ ചെയിൻ പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, എല്ലാം പഠിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എലക്ടീവ്സ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫിനാൻസിലാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിന്റെ കൂടുതൽ എലക്ടീവ്സ്, ഒരുപാട് എലക്ടീവ്സ് ഉണ്ട്. 10-60 എലക്ടീവ്സ് ഉണ്ട്. അതിനകത്തൊരു 5-6 വെച്ചിട്ട് ഓരോ ട്രൈമസ്റ്ററിൽ എടുത്താൽ മതിയായിരിക്കും. സോ യു ഹാവ് ഇനഫ് ആൻഡ് മോർ ഓപ്ഷൻസ് ടു ചൂസ് എലക്ടീവ്സ് അക്കോർഡിംഗ് ടു യുവർ ലൈക്കിംഗ്. ഇപ്പം എന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഇൻക്ലിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ടായിരുന്നു എടുത്തിരുന്നത്. കൂടുതലും HR മാർക്കറ്റിംഗ് ഒക്കെ എടുത്ത് തട്ടിമുട്ടി പോകാനായിരുന്നു നോക്കിയിരുന്നത്. ബിക്കോസ് വൺസ് യു ഗെറ്റ് ടു ദാറ്റ് കൈൻഡ് ഓഫ് എ കോളേജ്, നിങ്ങൾ പാസ് ആവുക എന്നൊക്കെ ഉള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ അവിടെ ഒരുപാട് അങ്ങനെ സ്പെഷ്യലൈസേഷൻസ് ഒന്നും നോക്കിയില്ലെങ്കിലും ഫൈനൽ പ്ലേസ്മെന്റ് ആവുന്ന സമയത്ത് യു ക്യാൻ സിറ്റ് ഫോർ ഓൾ കമ്പനീസ്. ഞാൻ ഫിനാൻസ് ഒഴിച്ചുള്ള എല്ലാ കമ്പനീസും ഇരുന്നുള്ളൂ. കാരണം ഫിനാൻസ് എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യു ഹാവ് ദി ഓപ്ഷൻ ടു സിറ്റ് ഫോർ എനി ഓഫ് ദി കമ്പനീസ്. അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ദർ ആർ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് ഒബ്വിയസ്ലി. ഐ മീൻ ഇപ്പൊ റീസെന്റ് നോക്കുകയാണെങ്കിൽ IIM ബാംഗ്ലൂർ started this program called PGDBA, Postgraduate Diploma in Business Analytics. IIM Kozhikode started LSM, Liberal Studies and Management MBA. They started something called MBA in Finance. IIM Ranchi has this MBA HR program. Indore has this MBA HR program. Specialized programs ഉണ്ട്. പക്ഷെ understand one thing, it's always I would suggest go for a general program because you have more time to explore yourself. ഇപ്പൊ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ ക്ലിയർ ആണ് യു വോണ്ട് ടു ഡു HR, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ഗോ ഫോർ എ ജനറൽ പ്രോഗ്രാം. പക്ഷെ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് നല്ല പ്രോഗ്രാംസ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഉഡായിക് കോഴ്സസ് ഓൾസോ. നിങ്ങളിപ്പം SIB സിംബിയോസിസിലൊക്കെ പോകുകയാണെങ്കിൽ there is this program called sports management, luxury management, etc., which doesn't make much sense because അതിലൊന്നും അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ നെയിം സൈക്കിൾ അങ്ങനെ കുറെ സാധനം നിങ്ങൾക്ക് കാണാം. സോ ഈവൻ ഇഫ് യു വാണ്ട് ടു, എന്റെ അടുത്ത് കുറെ പേര് പറയാറുണ്ട് എനിക്ക് HR ആണ് താല്പര്യം, എനിക്ക് HR-ന് പോകണം. HR-ന് പോകണമെങ്കിലും യു ക്യാൻ ടേക്ക് എ ജനറൽ മാനേജ്മെന്റ് MBA ഫ്രം an IIM and then go for HR. സോ ദാറ്റ്സ് സ്റ്റിൽ ആൻ ഓപ്ഷൻ. അവിടെ ഒന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സോ ഇതൊരു IIMസിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. യു ക്യാൻ സ്പെൻഡ് യുവർ 2 years in a B school and then understand what you actually want to do. സ്പെഷ്യലൈസേഷൻസ് പറയുന്നതിന്റെ കൂടെ പറയാനുള്ളത്, അപ്പം ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ജനറൽ MBA പ്രോഗ്രാം ഇഫ് പോസിബിൾ. സോ അതാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. ആൻഡ് ദെൻ കമ്മിങ് ഓൺ ടു കരിയേഴ്സ് ആഫ്റ്റർ MBA, ഏറ്റവും 99% ആൾക്കാർ കോർപ്പറേറ്റിലോട്ടാണ് പോകുന്നത്.
സോ എനിക്ക് ഓണ്ടർപ്രണർ ആവണം, എനിക്ക് നേരിട്ട് ഓണ്ടർപ്രണർ ആവണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മണി ബാക്കപ്പ് ദെൻ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളൊരു ലോൺ ഒക്കെ ആയിട്ടാണ് വരുന്നത്, അപ്പൊ അറ്റ്ലീസ്റ്റ് 2-3 ഇയേഴ്സ് നിങ്ങൾ കോർപ്പറേറ്റ് വർക്ക് ചെയ്യേണ്ടി വരും ഇൻ മോസ്റ്റ് കേസസ്. പക്ഷേ ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഫോർ ഓണ്ടർപ്രണർഷിപ്പ്, ഈ പറയുന്ന ഒരു ഡിഗ്രി ഇപ്പൊ പല ആൾക്കാരും പലതും പറയുന്നുണ്ടാവും, ഈ പറയുന്ന ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ ഈ ബ്രാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു IM ബ്രാൻഡ് എന്ന് പറയും. ഇപ്പൊ തന്നെ സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഐ എം റണ്ണിങ് ദിസ് ഓർഗനൈസേഷൻ. പണ്ട് എനിക്ക് അയച്ചാൽ ഒരു മെയിലിന് റിപ്ലൈ ഇട്ടാൽ 3 ദിവസം 4 ദിവസം 10 ജനറൽ റിമൈൻഡർ ഒക്കെ വേണ്ട സമയത്ത് ഇപ്പൊ എനിക്ക് ആ ഇനിഷ്യൽ ഓപ്പണിംഗ് ഫസ്റ്റ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്നത് ഈ ഒരു IM ബ്രാൻഡ് എടുത്ത് ഇടുമ്പോഴാണ്. അല്ലെങ്കിൽ IMന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൽ ഐ ഡിന്ന് ഞാൻ ഇപ്പം ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ റെസ്പോൺസിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഓണ്ടർപ്രണേഴ്സിനൊക്കെ പൈസ VC മണി ഒക്കെ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IM ബ്രാൻഡ് ഹെൽപ്സ് അല്ലോ. ക്രെഡിബിലിറ്റി ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം ഇപ്പൊ യു ആർ എക്സ്ട്രീംലി ടാലന്റഡ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല, ബിടെക്കിന്റെ പോലും ആവശ്യമില്ല. പക്ഷേ ഫോർ സമ്മൺ ഒരു ആവറേജ് ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ബ്രാൻഡ് വിൽ ഹെൽപ്പ് യു അല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ബി സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകണമെന്നുള്ളതാണെങ്കിൽ MBA കഴിഞ്ഞിട്ട് യു ക്യാൻ ഗോ ഫോർ എ PhD പ്രോഗ്രാം ഇൻ അബ്രോഡ് ഓർ IMൽ തന്നെ പോവാം. IMൽ യൂഷ്വലി PhD എടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. പക്ഷെ CAT കഴിഞ്ഞ് MBA കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതിന് അഡ്മിഷനും കിട്ടുന്നുണ്ടാവും. ആൻഡ് ഓൾസോ യു നീഡ് നോട്ട് സ്പെൻഡ് ലൈക്ക് ഫസ്റ്റ് 2 ഇയേഴ്സ്. നേരിട്ട് തേർഡ് ഇയറിലോട്ട് ആ PhD പ്രോഗ്രാമിൽ പോകാം. ആദ്യമുള്ള കുറെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. കോർപ്പറേറ്റിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മൾട്ടിപ്പിൾ ഡൊമൈൻസ്. ഐ മീൻ ആസ് ഐ ടോൾഡ് യു, IMൽ കയറി MBA കഴിയുക, അല്ലെങ്കിൽ ടോപ്പ് സ്കൂളിൽ MBA കഴിയുക, യു ക്യാൻ സിറ്റ് ഫോർ ഓൾമോസ്റ്റ് ഓൾ കമ്പനീസ്, ഓൾ റോൾസ് അക്രോസ് ഓപ്പറേഷൻസ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, അങ്ങനെയുള്ള ഒരുപാട് റോൾസിലോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും നോക്കണ്ട. ഐ മീൻ ഹയസ്റ്റ് പാക്കേജ് 1.46 crores IM അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. അങ്ങനെ കേസസ് ഉണ്ട്. ഐ മീൻ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ടോപ്പ് ലീഗ് പ്ലേസ്മെന്റ്സ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ് ദിസ് ആവറേജ് നമ്പർ മോർ ദാൻ എനിത്തിങ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പൊ SCTയിൽ 6 lakhs ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവും, പ്ലേസ്മെന്റ് വളരെ കുറഞ്ഞത് കിട്ടിയതും ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് വളരെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് ഇസ് മോസ്റ്റ്ലി മിസ്ലീഡിങ് ഫിഗർ, റൈറ്റ്? പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ബി സ്കൂൾസ് ഈ വേരിയൻസ് ഭയങ്കര കുറവായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ 20 lakhs ഒരു കോളേജിന്റെ ആവറേജ് പാക്കേജ് ഒരു ബി സ്കൂളിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു 15 to 25 കിട്ടിയിട്ടുണ്ടാവും. 1 കോടി 2 കോടി കിട്ടിയ ആൾക്കാരും അധികം ഉണ്ടാവില്ല, 0 കിട്ടിയവരും ഉണ്ടാവില്ല. സോ യു ക്യാൻ ട്രസ്റ്റ് ആവറേജ് മോർ ദാൻ എനിത്തിങ് ബിക്കോസ് മെയിൻലി ബിക്കോസ് ബി സ്കൂളിൽ എല്ലാവരും ഒരേ കോഴ്സാണ് ചെയ്യുന്നത്. Chance of everyone landing into similar kind of packages is higher. Whereas when it comes to an engineering college, even if it's an IIT, say IIT എടുത്തു കഴിഞ്ഞാൽ ആവറേജ് പാക്കേജ് 18 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി CS കുറെ ആൾക്കാരുണ്ടാവും who have got like crores sort of thing, and then there will be people from production, mechanical ഒക്കെ who have got like 5-6 lakhs, but here that's not the case, right? So അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പാക്കേജിന്റെ കേസിൽ ഇതാണ്. ഐ മീൻ ഇഫ് യു ഗോ ടു old IIMs like say IIM Ahmedabad, Bangalore, Calcutta, Lucknow, Indore, Kozhikode, IIFT, MTA, FMS ഒക്കെ you can get up to like 30 lakhs ഒക്കെ ആവറേജ് ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇൻഫ്ലേഷൻ എല്ലാം കൂടെ വെച്ചിട്ട് 35 ഒക്കെ ആവുമായിരിക്കും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ന്യൂ IIMs അല്ലെങ്കിൽ ടാപ്നി, ഗ്രേറ്റ് ലേക്സ്, IMI, IMT എക്സെട്ര, ഇറ്റ് വിൽ ബി ലൈക്ക് അറൌണ്ട് 20 lakhs ആവറേജ് കിട്ടുന്നുണ്ടാവും. ആൻഡ് വൺ അതർ തിങ്, ഞാൻ സ്ലൈഡ് ഒന്ന് റിഫ്രഷ് ചെയ്തോട്ടായിരുന്നു, കുറെ ഇമേജസ് ലോഡാവുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എക്സ്പോഷർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ബി സ്കൂളിനെ ഇപ്പം പല ആൾക്കാരും ഇങ്ങനെയൊക്കെ കണക്കാക്കും. എനിക്കിപ്പം 12 ലക്ഷം ഉള്ള ഒരു പാക്കേജ് കിട്ടി, എനിക്ക് ഓൾറെഡി എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി, ഞാൻ എന്തിനും ബി സ്കൂളിൽ പോകണം, ഐ മീൻ ഞാൻ 20 ലക്ഷം രൂപ ലോൺ എടുക്കണം, ആ 2 വർഷം 12 ലക്ഷം വെച്ചിട്ട് എനിക്ക് 24 ലക്ഷം രൂപ കിട്ടാനുണ്ട്, ഇപ്പൊ എനിക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം ഫീസ് കൊടുത്ത് പഠിച്ചവരാണെങ്കിൽ, ഇൻ ദ സെൻസ് ഗവൺമെന്റ് സ്കൂളല്ല പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിച്ചവരാണെങ്കിൽ, നിങ്ങൾ +2 കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് പോയിട്ട് ചോദിക്കാറില്ലല്ലോ ഞാൻ ഇത്രയും ഫീസ് അടച്ചു, എന്റെ ROI എവിടെ നിന്ന് ചോദിക്കാറില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ എഡ്യൂക്കേഷൻ. സ്കൂളിൽ നിങ്ങൾ എഡ്യൂക്കേഷന് പൈസ കൊടുത്ത പോലെയാണ് ഇവിടെ നിങ്ങൾ എഡ്യൂക്കേഷന് പൈസ കൊടുക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷന് പൈസ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഇമ്മീഡിയറ്റ്, അതായത് ROI എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇയർ സാലറി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫീസ് പെയ്ഡ്, അത് MBA മാത്രം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനൊരു എഡ്യൂക്കേഷൻ ആയിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടും ഒരു എൻറിച്ചിങ് ആ ഒരു സംഭവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒരുപാട് ബ്രോഡ് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയ പുതിയ ആൾക്കാരോട് ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. സോ അതിനെയൊക്കെ നിങ്ങൾ മുൻഗണനയിൽ എടുക്കണം, റാദർ ദാൻ ജസ്റ്റ്
ഗോയിങ് വിത്ത് ദി ഫോർമുല, ഐ മീൻ ഈ ROയുടെ ഫോർമുല മാത്രം വെച്ച് കാണാതെ. പിന്നെ എനിക്ക് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഫെസ്റ്റിവൽസ് ആണെങ്കിൽ തന്നെ, ഞാൻ അതുവരെ ഓണം ക്രിസ്മസും മാത്രം ഫെസ്റ്റിവലില് എൻജോയ് ചെയ്ത ആള്. ഞാൻ IM പോയ സമയത്ത് ആദ്യമായിട്ട് ലോറി, മകർ സംക്രാന്തി അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്സിന്റെ ഫെസ്റ്റിവൽസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുവരെ ഞാൻ വിചാരിച്ചത് കോഴിക്കോടൻ ബിരിയാണിയാണ് ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്നാണ്. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഈ കോഴിക്കോടൻ ബിരിയാണി ഇഷ്ടമല്ല എന്നുള്ളത്. അതൊരു ഷോക്കറായിരുന്നു. കാരണം അതുവരെ ഞാൻ വിചാരിച്ചത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതോ നമ്മളെ ബിരിയാണി തന്നെ എന്ന് പറഞ്ഞിരുന്ന ഇതിന്ന് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ എന്ന് മനസ്സിലാക്കാൻ അവിടെ പോയപ്പോഴത്തേക്കും പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പോഷറിന് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഡൈവേഴ്സിറ്റി, അതും ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഒക്കെ ആണെങ്കിലും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഗ്രൂപ്പ്സ് ആയിരിക്കും. അപ്പൊ അതിനെയൊക്കെ നിങ്ങൾ നോക്കിക്കാണുക. പിന്നെ ഈ ബോർമാര് മാത്രം പഠിക്കുന്ന ഒരു സ്ഥലമാണ് ബി സ്കൂള്. ഭയങ്കര അങ്ങനത്തെ ഒരു ബി ഫോർ ബോർ അങ്ങനത്തെ ഉള്ള ഇതൊന്നുമില്ല. ഐ മീൻ അവിടെ എല്ലാം ഒരുപാട് സ്പോർട്സ് ഫെസിലിറ്റീസും മറ്റതും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. യു ബി ഗോയിങ് ടു ടോപ്പ് നോച്ച് ക്യാമ്പസ് വിത്ത് ടോപ്പ് നോച്ച് ഫെസിലിറ്റീസ്, സാധനങ്ങളൊക്കെ. ഫണ്ണാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഫണ്ണാണ് ആക്ച്വലി ബി സ്കൂൾ. കാരണം യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് പാർട്ടീസ് ഹാപ്പനിങ് ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ. അതിന്റെ കൂടെ, അതായത് രാത്രി വെളുപ്പിന് 3 മണി വരെ പാർട്ടി ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് 9 മണിക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ പോകുന്നുണ്ടാവും. അത് തന്നെ നിങ്ങൾക്ക് എലക്റ്റീവ്സ് ആവുന്ന സമയത്ത് വേണം യു ക്യാൻ ചൂസ് ക്ലാസ്സസ് വിച്ച് വിൽ ഹാപ്പൻ ടുവേർഡ്സ് സേ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ്, സോ ദാറ്റ് നിങ്ങൾക്ക് ഉച്ചവരെ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം. Initial 5-6 months will be tough because you are moving into a new teaching pedagogy. There will be assignments, there will be club committee selection, there will be summer internship. എന്ന് പറയുന്നത് നിങ്ങളുടെ 1 year 2 year തമ്മിലുള്ള ഗ്യാപ്പിന്റെ ആ 2 monthsലുള്ള ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ള പ്ലേസ്മെന്റ്സ് ആണ്. അതൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ടഫ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫൺ, ലൈക്ക് പ്രോപ്പർ ഫൺ ആയിരിക്കും. സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കുറെ electives was like there was an elective called extreme outdoors where നമ്മളൊരു 40 പേരുടെ electives we went to ഉത്തർകാശി, we were trekking for like 7 days with the faculty. സോ അങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട് വേർ വിൽ ബി ലേണിംഗ് എ ലോട്ട് ഓഫ് ലീഡർഷിപ്പ് ലെസൺസ് ഓൺ ദി ഗോ. കുറെ ചെയ്ത് പഠിക്കുന്ന സാധനങ്ങളുണ്ട്. വേർ ആർ ലോട്ട് ഓഫ് സിമുലേഷൻ കോഴ്സസ്. നിങ്ങൾക്ക് കമ്പനി റൺ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് സിമുലേറ്റ് ചെയ്ത് അതിന്റെ സെയിൽസും കാര്യങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്. ഈ എക്സ്ട്രീം ഔട്ട്ഡോഴ്സിൽ തന്നെ നമുക്ക് ഫുഡ് ലിമിറ്റഡ് ആണ്. 7 ഡേയ്സിലേക്ക് നമുക്ക് ഇത്ര ഗ്രോസറി ഉള്ളൂ. ഈ ബിഗ് ബോസിലൊക്കെ ഗ്രോസറി കൊടുക്കുന്ന പോലെ. അപ്പൊ ഇത് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യണം, ക്രൈസിസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. സോ അങ്ങനത്തെ ഒരുപാട് ലെസൺസ് പഠിക്കുന്നു. There was this യോഗ കോഴ്സ് ഉണ്ടായിരുന്നു, മിഥില ആർട്സ് ഫോർ മാനേജേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫൺ കോഴ്സ്. നമ്മുടെ കോളേജിലാണെങ്കിൽ there was also this course called Himalayan Outbound Program where everyone was taken to the base camp of Himalaya, the entire batch, and അവിടെ അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. There is also an option for a foreign exchange program. ഇത് എല്ലാ കോളേജിലും ഉണ്ടെങ്കിൽ പോലും ചില കോളേജിൽ പ്രോമിനന്റ് ആണ്. ഇപ്പം ഞാൻ പഠിച്ച കോളേജിലൊക്കെ ഓൾമോസ്റ്റ് ആർക്ക് വേണമെങ്കിലും പോകാമായിരുന്നു ഒരു ടേമിൽ. അതായത് ഞാൻ പറഞ്ഞ ഈ 6 ട്രൈമസ്റ്റേഴ്സിൽ 1 trimester you can go abroad, you can study, you can come back. ആ സമയത്ത് അവിടുത്തെ കോളേജിൽ നിന്നുള്ള കുറച്ച് ഫോറിനേഴ്സ് ഇങ്ങോട്ടും വരുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള നല്ല എക്സ്ചേഞ്ച് പ്രോഗ്രാംസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കൂടാതെ യു ക്യാൻ ഡു ഗുഡ് പ്രോജക്ട്സ് വിത്ത് സേ അവിടുത്തെ ഫാക്കൽറ്റീസുമായിട്ട്, അല്ലെങ്കിൽ പുറത്ത് കമ്പനി പ്രോജക്ട്സ് നിങ്ങൾക്ക് ലൈവ് പ്രോജക്ട്സ് ആയിട്ട് പഠിത്തത്തിന്റെ കൂടെ തന്നെ ചെയ്യാം. സോ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇനി ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ കാറ്റ്. കാറ്റിന്റെ ക്രൈറ്റീരിയ സിമ്പിൾ ആണ്. യു നീഡ് എനി ബേസിക് UG. അതിനൊരു മിനിമം 50-55% മാർക്സ് വേണം. 50% മാർക്സ് വേണം നിങ്ങളുടെ UGയിൽ. ആൻഡ് ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റിന് അപ്ലൈ ചെയ്യാം. ഇപ്പൊ തന്നെ പോയി അപ്ലൈ ചെയ്തോ. 13th September ആണ് ഡെഡ് ലൈൻ. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും, ബട്ട് അത് നോക്കണം എന്നില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഡിസ്ക്വാളിഫൈ ആയി പോകരുത്. കാറ്റഗറി കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ബിക്കോസ് ഒരു ജനറൽ കാൻഡിഡേറ്റ് വേഴ്സസ് ആൻ OBC കാൻഡിഡേറ്റ് വേഴ്സസ് SC ST കാൻഡിഡേറ്റ് വേഴ്സസ് PWD കാൻഡിഡേറ്റ് വേഴ്സസ് EWS കാൻഡിഡേറ്റ് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് കട്ട് ഓഫിൽ. സോ ഇഫ് യു ബിലോങ് ടു എനി കാറ്റഗറി അങ്ങനത്തെ ഒരു കോട്ട കിട്ടുമെന്നുണ്ടെങ്കിൽ ഡോണ്ട് ബി അഷെയിംഡ് ഓഫ് ദാറ്റ്. റാദർ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദി ബെസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് വേണ്ട പെർസെന്റേജ് കട്ട് ഓഫിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് ആ ഇത് നിങ്ങൾക്ക് IIM അഹമ്മദാബാദ് തന്നെ കയറാം ഇഫ് യു ഹാവ് ലൈക്ക് ആൻ ഓപ്ഷൻ. ഡിസംബർ എൻഡ് ആകുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് വരും. ആൻഡ് ദെൻ ഫെബ്രുവരി തൊട്ട് ഇന്റർവ്യൂ തുടങ്ങും. മെയ് ജൂൺ ആകുന്ന സമയത്ത് റിസൾട്ട് വരും. ആൻഡ് യു ക്യാൻ ജോയിൻ ദി ബി സ്കൂൾ ബൈ അറൌണ്ട് ജൂലൈ. സോ ഇതാണ് യൂഷ്വലി നിങ്ങളുടെ ഒരു ബി സ്കൂളിന്റെ ടൈം ലൈൻ വരുന്നത്. ഇത് കൂടാതെ there are a lot of other exams also which you can look for. Say for example, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. സോ ഇല്ലാന്ന് തോന്നുന്നു. സോ ബേസിക്കലി നിങ്ങൾ കാറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ IIMs എല്ലാം ടേക്കൺ കെയർ ഓഫ് ആണ്. IIMs നിങ്ങൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ ഒരുപാട് ബിസിനസ് സ്കൂളുകൾക്ക് നിങ്ങൾ സെപ്പറേറ്റ് അവരുടെ പോർട്ടലിൽ പോയിട്ട് സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് അപ്ലൈ ചെയ്യണം. സേ IITs നല്ല MBA ഉണ്ട്. IIT ബോംബെയിലെ MBA is as good as IIM കോഴിക്കോട് ഇൻഡോർ ആൻഡ് IIM IIT മദ്രാസിലുണ്ട്, IIT ഖരഗ്പൂർ ഉണ്ട്, കാൺപൂർ ഉണ്ട്. ഈവൻ ദർ ആർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ഇർമ. ചില NITs ഉണ്ട്. NITs MBAs ആർ നോട്ട് ദാറ്റ് ഗുഡ്. നോട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൺ ബി ഈവൻ കമ്പയർഡ് ടു IIMs അല്ലെങ്കിൽ ടോപ്പ് IITs. പിന്നെ ദർ ആർ ലൈക്ക് ഐ മീൻ സാറ്റ് XLRIക്ക് കയറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എ സെപ്പറേറ്റ് എക്സാം കോൾഡ് സാറ്റ്. സിംബിയോസിന്റെ കോളേജസിന് യു ഹാവ് ടു റൈറ്റ് എ സെപ്പറേറ്റ് എക്സാം കോൾഡ് സ്നാപ്പ്. ദർ ഇസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് കോൾഡ് നാർസി മൊഞ്ചി ഇൻ മുംബൈ. അതും നല്ല ബിസിനസ് സ്കൂളാണ്. യു ഹാവ് ടു റൈറ്റ് NMAT. അപ്പൊ ഇങ്ങനെയുള്ളതിലൊക്കെ ഏതൊക്കെ എഴുതണം എന്നൊക്കെ ഉള്ളത് ഐ തിങ്ക് യു ക്യാൻ ആക്ച്വലി ഫോളോ മൈ യൂട്യൂബ് ചാനൽ ആസ് വെൽ ആസ് എ ടെലിഗ്രാം ഗ്രൂപ്പ്. ഏതാണ്ട് ഒരു 10 അയ്യോ നോക്കട്ടെ. യൂട്യൂബ് ചാനൽ ഐ കീപ് പോസ്റ്റിംഗ് നോട്ടിഫിക്കേഷൻ അബൌട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ സാറ്റിനെ കുറിച്ചൊക്കെ അതിലറിയാം. ആൻഡ് യു ക്യാൻ ഓൾസോ, ഇപ്പൊ നിങ്ങൾക്ക് കാറ്റിന് പഠിക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പൈസ കൊടുത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഓൾ ദി വീഡിയോ റിസോഴ്സ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അത് ആക്സസ് ചെയ്യുന്നത്. സോ ബേസിക്കലി കാറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെക്ഷൻസ് ആണ് ഉള്ളത്. 3 സെക്ഷൻസിൽ 120 minutes. ദിസ് ഈസ് ആക്ച്വലി ലൈക്ക് 3 സെപ്പറേറ്റ് എക്സാംസ്. 40 മിനിറ്റില് DARC, which is verbal ability and reading comprehension, 40 മിനിറ്റ് DA data interpretation and logical reasoning, and last 40 മിനിറ്റ് quantitative ability. ഇതിന്റെ ഒന്നും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബേസിക്കലി 40 മിനിറ്റ്സ്. പക്ഷെ എല്ലാം ഇവിടുത്തെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 40 മിനിറ്റ്സിന്റെ എക്സാം വേണ്ടി എക്സോസ്റ്റഡ് ആയിട്ട് അടുത്തതിലോട്ട് പോകുമ്പോൾ യു നീഡ് ദാറ്റ് ടെസ്റ്റ് സ്റ്റാമിന വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കാറ്റിന് പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 15 മോക്സ് എടുത്ത്, അത് വെറുതെ മോക്ക് എടുക്കുക എന്നുള്ളതല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് മോക്ക് എടുക്കുക എന്നുള്ളതല്ല, മോക്ക് തുടക്കം തൊട്ട് തന്നെ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ആ ഒരു ടെസ്റ്റ് സ്റ്റാമിന ബിൽഡ് ചെയ്യുക. ഭൂമി കുലുങ്ങിയാൽ പോലും 2 മണിക്കൂർ മോക്സ് എടുത്തിട്ട്, മോക്സ് എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല, അത് അനലൈസും ചെയ്യുക. അനലൈസ് ചെയ്യുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, വീക്ക് ഏരിയ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവും. എല്ലാം MCQ ക്വസ്റ്റ്യൻ ആണ്. ദർ ആർ ഓൾസോ ലൈക്ക് വെരി ഫ്യൂ തീറ്റ ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഇൻ ദി ആൻസർ ക്വസ്റ്റ്യൻസ്. അവിടെ നിങ്ങൾക്ക് ഈ 1 to 10 അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും ആൻസർ. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. MCQ ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. +3 -1 ആണ്. ഇനിയാണ് ഏറ്റവും ഫൺ പാർട്ട്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ പാസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കട്ടെ. ബിക്കോസ് കാറ്റും പേഴ്സണൽ ഇന്റർവ്യൂവും ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ഏറ്റവും ലാർജസ്റ്റ് കോമ്പണന്റ് ഫോർ സെലക്ഷൻ. അത് നിങ്ങൾ മാക്സിമം പിടിക്കുക. ഈ 10th 12th ഗ്രാജുവേഷൻ മാർക്സ് ഒക്കെ ഒരു മീഡിയം കോമ്പണന്റ് ആണ്. ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റി, അക്കാഡമിക് ഡൈവേഴ്സിറ്റി, വർക്ക് എക്സ്പീരിയൻസ്, ഇതിലൊന്നും നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ ചെയ്യാനുള്ളതിൽ നിങ്ങൾ മാക്സിമം ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്, 198 മാർക്കിലാണ് ഈ പറയുന്ന കാറ്റ്. ഇതിൽ ഒരു 90% കിട്ടിയാൽ ഞാൻ പറഞ്ഞു അടിപൊളി പ്രൊഫൈലുള്ള ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു IIM കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 45 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90% അപ്രോക്സിമേറ്റ്ലി കിട്ടും ഔട്ട് ഓഫ് 198, വിച്ച് ഈസ് ഹാർഡ്ലി 25% ഓഫ് ദി മാർക്ക്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാ സിലബസും പഠിച്ചിട്ട് നിങ്ങൾ മോക്ക് എടുത്ത് തുടങ്ങാൻ വേണ്ടി നിൽക്കരുത്. മോക്ക് നിങ്ങൾ ഇപ്പോഴും എടുത്ത് തുടങ്ങാം. വൈ? ബിക്കോസ് 1/3 ഇംഗ്ലീഷ് ആണ്. DRC എന്ന് പറയുന്ന വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോമ്പ്രഹൻഷൻ. അതിനകത്ത് തന്നെ 70% റീഡിംഗ് കോമ്പ്രഹൻഷൻ ആണ്. ഒരു പാസേജ് വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ആൻസർ ചെയ്യാം. ഇതിന് നിങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ പ്രാക്ടീസ്, റൈറ്റ്? ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് ആണെങ്കിൽ 4 സെറ്റ് ഉണ്ടാവും. ഒരു സെറ്റ്, അതിനകത്ത് നിങ്ങൾ മാക്സിമം ഒരു സെറ്റോ 2 സെറ്റോ ചെയ്താൽ തന്നെ മതി. കാരണം നിങ്ങൾ നോക്കുക, ആകെ 45 മാർക്ക്, ഇനി നിങ്ങൾക്ക് 50-60 മാർക്ക് വാങ്ങണമെന്ന് വിചാരിക്കുക. 60 മാർക്ക് വിൽ ഗെറ്റ് യു അറൌണ്ട് ലൈക്ക് 96-97%. 60 മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ മതി. 20 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ 66-20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ദി പേപ്പർ ആൻസർ ചെയ്താൽ മതി. ഈ 1/3 ഓഫ് ദി പേപ്പർ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ 40 മിനിറ്റിൽ, ഓരോ 40 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻസ് ടോട്ടൽ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുക. 40 മിനിറ്റിൽ 7 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ക്യാച്ച് ഈസ്, ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാമ്പ്യൻ. പക്ഷെ അതറിയാൻ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പല ആൾക്കാരും വിചാരിക്കും, അയ്യേ ഇതിപ്പോ 40-50 മാർക്ക് വാങ്ങിയാൽ പോലെ, ഞാൻ ഈസി ആയിട്ട് വാങ്ങും, ഞാൻ തലേന്ന് പഠിച്ച് വാങ്ങും എന്ന് പറയും. നടക്കില്ല. റിക്വയർ സർട്ടൻ ലെവൽ ഓഫ് പ്രാക്ടീസ് ആൻഡ് മോക്ക് അനാലിസിസ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടും, ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എന്തായാലും ചെയ്യും. ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. ഡെയിലി ഒരു 2-3 DLR സെറ്റ്സ് ഒക്കെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പൺ ഡാറ്റയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ഒരു 2-3 RC സെറ്റ് ചെയ്യുക. ആഴ്ചയിൽ 2 മോക്കെങ്കിലും ഇന്നോട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ സീറ്റ് ഇൻ എ ടോപ്പ് ബിസിനസ് സ്കൂൾ 100%.
ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇടുന്നത്. പിന്നെ എസ്പെഷ്യലി ജനറൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കാറ്റിന്റെ കൂടെ ബാക്കപ്പ് ആയിട്ട് ഒരു സാറ്റോ സ്നാപ്പും കൂടെ അപ്ലൈ ചെയ്തിടുക. ബിക്കോസ് ആ ഒരു കാറ്റിന്റെ ദിവസം സംതിങ് ക്യാൻ ഗോ റോങ്. ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദി ഡി റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് എ ഗുഡ് ബാക്കപ്പ്. സാറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സംഭവിക്കുക. സോ യു ഹാവ് ഇനഫ് ടൈം ടു പ്രിപ്പയർ ഫോർ സാറ്റ് ആസ് വെൽ. സാറ്റ് ത്രൂ XLRI കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഗെറ്റിംഗ് ഇൻ ടു ആൻ IIM കൽക്കട്ട ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് സാറ്റ് വെച്ചിട്ട് XLRI മാത്രമല്ല, യു ക്യാൻ ഓൾസോ ഗെറ്റ് ടു അതർ ബിസിനസ് സ്കൂൾസ് ലൈക്ക് സേ ടാപ്മി, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IMI ഡൽഹി, IMT ഗാസിയാബാദ് ഒക്കെ. നിങ്ങൾ നോക്കുക, അതായത് ഇത്രയും ചെറിയ കട്ട് ഓഫ്സ് മാത്രമേ ഈ കാറ്റിന് അവർ പറയുന്നുള്ളൂ. ആൻഡ് എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാം പഠിച്ചിട്ട് മോക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഡെയിലി കുട്ടികൾ പ്രാക്ടീസ് ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക. യു ക്യാൻ ഗെറ്റ് ഓൾ റിസോഴ്സസ് ഫ്രം ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ. അതെങ്ങനെയാണെന്നും കൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബേസിക്കലി യു വിൽ ഹാവ് നിങ്ങൾ ഞാൻ ചാറ്റിലിട്ട ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. അതിനകത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് കുട്ടികൾ പല നല്ല ബിസിനസ് സ്കൂളുകളിൽ കയറിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട പോലുള്ള എല്ലാ ബിസിനസ് സ്കൂളിലും നമുക്ക് പിള്ളേരുണ്ട്. അവരെല്ലാവരും ടെലിഗ്രാം ചാനലുണ്ട്. അവർ ബിസി ആയിരിക്കും ഇപ്പം, ബട്ട് ദെൻ ഇഫ് യു ആസ്ക് സം ക്വയറീസ് ദേ മൈറ്റ് ഓൾസോ റെസ്പോണ്ട്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കേരളത്തിലെ ഒരു ഏറ്റവും വലിയ കാറ്റ് കമ്മ്യൂണിറ്റി ആണത്. ഒരുപാട് ആസ്പിറൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ആക്സസ് കോഴ്സ് കൊടുത്ത് ഇതേപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദിസ് കോഴ്സ്. MBA ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ MBA ബണ്ടിൽ നിങ്ങൾ അങ്ങ് എൻറോൾ ചെയ്തിടുക. എല്ലാം ഫ്രീ ആണ്. എന്നിട്ട് ഇതിനകത്ത് CAT, SAT ആൻഡ് അതർ MBA എൻട്രൻസ് എക്സാമിന് പോയി കഴിഞ്ഞാൽ അരിത്തമെറ്റിക്, നമ്പർ സിസ്റ്റം, മോഡേൺ മാത്ത്, ജോമെട്രി, ഓൾജിബ്ര, ഇത്രയും സാധനമാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. ബേസിക്കലി 10ാം ക്ലാസ് വരെയുള്ള ലെവൽ മാത്സ് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. കാരണം എഞ്ചിനീയേഴ്സ് മാത്രമല്ലല്ലോ, നിങ്ങളല്ലേ ഈ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും മാട്രിക്സും ഡിറ്റർമിനൻസും ഒക്കെ +1 +2 പഠിച്ചത്. ഈ വരുന്ന BA കുട്ടികളൊന്നും അത് പഠിക്കാത്തതുകൊണ്ട് 10ാം ക്ലാസ് വരെയുള്ള സിലബസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ അരിത്തമെറ്റിക്കിൽ പോയി റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ പഠിച്ചാൽ നേരെ പോയിട്ട് ഓൾസോ എൻറോൾ ഫോർ ദിസ് കോഴ്സ് കോൾഡ് അവിടെ CAT, SAT ആൻഡ് അതർ MBA എൻട്രൻസ് എക്സാംസിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. CAT മോക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരിത്തമെറ്റിക്കിൽ പോയാൽ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷന്റെ ടെസ്റ്റ് അപ്പൊ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് എടുക്കാം. ഫുൾ ലെങ്ത് മോക്ക് തന്നെ എടുക്കുക. കാരണം ടെസ്റ്റ് സ്റ്റാമിന നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റിസോഴ്സ് അവൈലബിൾ ഉണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എന്താ വേണ്ട ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. പിന്നെ കുറെ സ്ട്രാറ്റജീസ് വീഡിയോസ് ഒക്കെ ഞാൻ തന്നെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. യു ക്യാൻ ഓൾസോ ഡിസ്കസ് വിത്ത് ദ കമ്മ്യൂണിറ്റി. സോ നിങ്ങൾക്ക് പറ്റിയ എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അഗെയിൻ DALR എന്താണെന്ന് സംശയമുള്ളവർക്ക് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് അതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ DLR ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചോദിച്ചു വരാറുള്ളത് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു ടേബിൾ ഉണ്ട്, ടേബിളിന് ചുറ്റും 8 പേര് ഇരിക്കുന്നുണ്ട്, ABCDEFGHI. ഈ Aയും Bയും ഒരിക്കലും അടുത്തിരിക്കില്ല, EUF എപ്പോഴും അടുത്തായിരിക്കും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഹൂ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു A എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ബ്രെയിൻ യൂസ് ചെയ്യേണ്ട സാധനമാണ്. അതും പ്രാക്ടീസ് തന്നെ ചെയ്യാം. അപ്പം ഡെയിലി ഇനി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പ്രാക്ടീസ് ചെയ്താൽ മതി. 3 months is some good enough time to actually crack CAT, but put in consistent efforts and you can actually make it. I think that's it. Pretty much ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പറയാനുള്ളത്. Any questions ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. I can take that up.